students, welcome to all. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് NCERT സിലബസിലെ 10th സ്റ്റാൻഡേർഡ് ആണ്. മാത്സ് സബ്ജക്ട് ചാപ്റ്റർ 8 ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി. അതിലെ എക്സസൈസ് 8.3ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്രസ് ദ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് സൈൻ എ, സീക്ക് എ ആൻഡ് ടാൻ എ ഇൻ ടേംസ് ഓഫ് കോട്ട് എ. അതായത് നമ്മുടെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എഴുതണം. എങ്ങനെ? സൈനയുടെയും സീക്കയുടെയും ടാനയുടെയും ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എഴുതണം. എന്ത് ടേംസിലാണ്? കോട്ട് എ വരുന്ന രീതിയിൽ. കോട്ട് എ, സൈനെ കിട്ടാൻ കോട്ട് എ വച്ച് കോട്ടിന്റെ റേഷ്യോ എങ്ങനെ എഴുതിയാൽ അതിന്റെ ആൻസർ സൈൻ എ എന്ന് കിട്ടും. അതുപോലെ കോട്ടിന്റെ റേഷ്യോ എങ്ങനെ എഴുതിയാൽ സീക്ക് എ കിട്ടും. അതുപോലെ കോട്ട് എയുടെ റേഷ്യോ എങ്ങനെ എഴുതിയാൽ ടാൻ എ കിട്ടും. ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്. ആദ്യം ടെക്സ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ള 3 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഉണ്ട്. അത് ആദ്യം നമുക്ക് എഴുതി നോക്കാം. ഫസ്റ്റ് റേഷ്യോ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഇസിക്കൽ ടു 1. പിന്നെന്താണ്? സീക്ക് സ്ക്വയർ എ ഇസിക്കൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ എ. പിന്നെന്താണ്? കൊസീക്ക് സ്ക്വയർ എ ഇസിക്കൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ എ. ഈ 3 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഇസിക്കൽ ടു 1. സി സ്ക്വയർ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 പ്ലസ് ടാൻ സ്ക്വയർ എ ആണ്. കൊസി സ്ക്വയർ എ ഇസിക്കൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ എ. നമുക്ക് വേണ്ടത് സൈനയുടെ വാല്യൂ എന്താവണം? കോട്ട് വരണം. അപ്പൊ കോട്ട് ഉള്ളത് ഇതിലില്ല അല്ലെ? കോട്ട് എന്നുള്ളത് ഇതിലില്ല, ഇതിലുണ്ട്. കോട്ട് സ്ക്വയർ എ ഉണ്ട്. കൊസി സ്ക്വയർ എയുടെ വാല്യൂ ആണ് 1 പ്ലസ് കോട്ട് സ്ക്വയർ എ. അതായത് കൊസീക്ക് എ എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ എങ്ങനെ എഴുതണം? 1 ബൈ സൈൻ എ ആണ് കൊസീക്ക് എ എന്ന് പറയുന്നത്. അപ്പൊ 1 ബൈ സൈൻ എ ആണ് കൊസീക്ക് എ. അപ്പൊ നമുക്ക് കൊസി സ്ക്വയർ എ ഇസിക്കൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ എ എടുത്തു കഴിഞ്ഞാൽ ഈ കൊസീക്കിന് നമുക്ക് 1 ബൈ സൈൻ എ ഇടാൻ പറ്റും. അങ്ങനെ സൈൻ എ വെച്ചിട്ട് നമുക്ക് ഈ സൈൻ എയുടെ റേഷ്യോ കോട്ട് എ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ എടുക്കേണ്ട ഐഡന്റിറ്റീസ് ഏതാണ്? കൊസി സ്ക്വയർ എ ഇസിക്കൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ എ ആണ് നമ്മൾ എടുക്കേണ്ട ഐഡന്റിറ്റി. അപ്പൊ ഞാൻ എഴുതുകയാണ് കൊസീക്ക് സ്ക്വയർ എ ഇസിക്കൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ എ. ഈ സ്ക്വയർ ഈക്വൽ ടു ഇപ്പുറത്തൊരു എന്തായി മാറും? റൂട്ടായി മാറും അല്ലെ? അപ്പൊ കൊസീക്ക് എ ഇസിക്കൽ ടു സ്ക്വയർ അപ്പുറത്തും എന്താവും? റൂട്ട് ആവും. റൂട്ട് ഓഫ് 1 പ്ലസ് കോട്ട് സ്ക്വയർ എ ആയി മാറും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആവശ്യം സൈൻ എ ആണ്, കൊസീക്ക് എ അല്ല. അപ്പൊ സൈനിന്റെ കൊസീക്കിന്റെ റേഷ്യോ എന്താണ്? 1 ബൈ സൈൻ എ ആണ്. അപ്പൊ 1 ബൈ സൈൻ എ എടുത്ത് ഈ കൊസീക്കിന് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് ചെയ്യാം. അപ്പൊ കൊസീക്ക് എയുടെ അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 1 ബൈ സൈൻ എ. കൊസീക്ക് എയുടെ വാല്യൂ 1 ബൈ സൈൻ എ ഇസിക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് കോട്ട് സ്ക്വയർ എ. ഓക്കെ, നമുക്ക് വേണ്ടത് സൈൻ എയുടെ വാല്യൂ കോട്ട് എ ആയിട്ട് എഴുതാനാണ്. പക്ഷെ ഇവിടെ 1 ബൈ സൈൻ എ ആണ് ഇരിക്കുന്നത്. സൈൻ എ ആണ് നമുക്ക് ആവശ്യം. പക്ഷെ ഇവിടെ ഇപ്പൊ എന്തുണ്ട്? 1 ബൈ സൈൻ എ ഉണ്ട്. ഫോർ എക്സാമ്പിൾ 1 ബൈ എ ഇസിക്വൽ ടു എ ബി ബൈ സി ആണെങ്കിൽ എയുടെ വാല്യൂ എത്ര എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ എയുടെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാനാണ്. അതായത് 1 ബൈ എ ഇസിക്വൽ ടു ബി ബൈ സി ആണെങ്കിൽ എ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇതെന്താണ്? 1 ബൈ എ ആണ്. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ അപ്പം എന്തായി മാറും? ഈ ഡിനോമിനേറ്റർ എ ന്യൂമറേറ്റർ ആയി മാറും, ഈ ന്യൂമറേറ്റർ 1 ഡിനോമിനേറ്റർ ആയി മാറും. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ചേഞ്ച്, ഇവിടെ ഉണ്ടാവുന്ന റെസിപ്രോക്കൽ ചേഞ്ച് ഇവിടെയും ബാധിക്കും. അപ്പൊ ഇവിടെ നമ്മൾ റെസിപ്രോക്കൽ എടുക്കുമ്പം ഇവിടെയും എടുക്കണം. അപ്പം ഡിനോമിനേറ്റർ സി ന്യൂമറേറ്റർ ആയി മാറും, ന്യൂമറേറ്റർ ബി ഡിനോമിനേറ്റർ ആയി മാറും. എ നമ്മൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എത്രയാണ്? എ തന്നെയാണ് ആൻസർ. അപ്പൊ എ ഇസിക്വൽ ടു സി ബൈ ബി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ 1 ബൈ എ ഇസിക്വൽ ടു ബി ബൈ സി ആണെങ്കിൽ എ എത്ര എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതേ മെത്തേഡ് നമുക്ക് ഇവിടെയും അപ്ലൈ ചെയ്യാം. ഇവിടെ എന്താണ് നമുക്കറിയേണ്ടത്? സൈൻ എ ആണ്, 1 ബൈ സൈൻ എ അല്ല. അപ്പൊ ഇവിടുത്തെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും റെസിപ്രോക്കൽ എടുക്കണം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈൻ എ എത്ര എന്നുള്ളത് കിട്ടും. അപ്പൊ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അതിന്റെ ഡിനോമിനേറ്റർ എപ്പോഴും എന്താണ്? 1 ആയിരിക്കും. ഇപ്പൊ 5 ആണെങ്കിൽ അതിന്റെ ഫ്രാക്ഷൻ ഫോം ഏതെന്ന് പറഞ്ഞാൽ 5 ബൈ 1 എന്നാണ് എഴുതേണ്ടത്. കെ എന്ന് എഴുതിയാൽ കെയുടെ ഫ്രാക്ഷൻ ഫോം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? കെയുടെ അടിയിൽ 1 ഉണ്ട്, കെയുടെ ഡിനോമിനേറ്റർ ആയിട്ട് 1 ഉണ്ട്. 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണല്ലോ അതിന്റെ ആൻസർ കെ എന്ന് പറയാൻ പറ്റുള്ളൂ. 5നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അത് 5 ആയി മാറുന്നത്. അതുകൊണ്ട് 5ന്റെ ഫ്രാക്ഷൻ ഫോം എങ്ങനെയാണ്? 5 ബൈ
1 എന്നാണ്. അപ്പൊ അതുപോലെ ഇതെന്താണ്, ഇതിന്റെ ഫ്രാക്ഷൻ ഫോം എന്ന് പറഞ്ഞാൽ ഇത് ഡിവൈഡഡ് ബൈ 1 എന്നാണ്. ഞാൻ ഇനി എന്ത് ചെയ്യണം, ഇവിടുത്തെ റെസിപ്രോക്കൽ എടുക്കണം. ഇവിടുത്തെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പൊ 1 sin a യുടെ റെസിപ്രോക്കൽ എന്താണ്, sin a by 1 എന്നാണ് അല്ലെ. അതായത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആവും, ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആയി മാറും. അതുപോലെ ഇവിടെയും റെസിപ്രോക്കൽ എടുക്കണം. ഈ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആയി മാറും, ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയി മാറും. 1 cot സ്ക്വയർ എ. ഓക്കെ, നമുക്ക് വേണ്ട. അപ്പൊ ഇനി സൈൻ എയെ നമ്മൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എന്താണ്, സൈൻ എ തന്നെയാണ് അല്ലെ. ഏതൊരു വാല്യൂവിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആ വാല്യൂ തന്നെയാണ് ആൻസർ. അപ്പൊ സൈൻ എ എന്ന് കിട്ടും ഇസിക്കൽ ടു 1/√1 + cot സ്ക്വയർ എ. ഇതാണ് സൈൻ എയുടെ വാല്യൂ. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. സൈൻ എയുടെ റേഷ്യോ കണ്ടുപിടിക്കണം. എന്ത് രീതിയിൽ, കോട്ട് വരുന്ന രീതിയിൽ, ഇൻ ടേംസ് ഓഫ് കോട്ട് എ വരുന്ന രീതിയിൽ. അപ്പൊ കോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെയാണ് നമ്മൾ സൈൻ എയുടെ വാല്യൂ എഴുതേണ്ടത്. കാരണം സൈൻ എ വരുന്നത് കോട്ട് വരുന്ന, നമ്മൾ പഠിച്ച ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ കൊസി സ്ക്വയർ എ ഇസിക്കൽ ടു 1 + cot സ്ക്വയർ എ ആണ്. അപ്പം ആ കൊസീക്ക് എന്ന് പറയുന്നത് 1/sin ആണ്. അതെടുത്ത് അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പൊ സൈൻ എയുടെ വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സീക്കും ഉണ്ട് ടാനും ഉണ്ട്. നമുക്കിനി ടാനിൻ്റെ ഇത് ചെയ്യാം. അടുത്ത ഞാൻ ടാൻ ആണ് ചെയ്യാൻ പോകുന്നത്. ടാൻ എ എന്ന് പറയുന്നത് എന്താണ്, 1/cot എ ആണ്. കോട്ട് എയുടെ റെസിപ്രോക്കൽ ആണ് ടാൻ എന്ന് പറയുന്നത്. 1/cot ആണ് ടാൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിന് കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. ടാനിന്റെ കോട്ട് വാല്യൂ എന്നുള്ളത്, കോട്ട് റേഷ്യോ എന്ന് പറയുന്നത് 1/cot എ ആണ്. ഇനി നമുക്ക് സീക്ക് കണ്ടുപിടിക്കണം. സീക്ക് കിടക്കുന്ന ഈ ഐഡന്റിറ്റിയിൽ എവിടെയാണ് കിടക്കുന്നത്, ഇവിടെയാണ് സീക്ക് കിടക്കണം അല്ലെ. സീക്ക് സ്ക്വയർ എ ഇസിക്കൽ ടു 1 + tan സ്ക്വയർ എ. അതിൽ ആ ഐഡന്റിറ്റിയിലാണ് നമ്മൾ സീക്ക് കിടക്കണം. അപ്പൊ ആ ഐഡന്റിറ്റി ഞാൻ എടുത്ത് എഴുതാൻ പറയണം. സീക്ക് സ്ക്വയർ എ ഇസിക്കൽ ടു 1 + tan സ്ക്വയർ എ. സീക്ക് സ്ക്വയർ എ ഇസിക്കൽ ടു ടാൻ അല്ല നമുക്ക് ആവശ്യം. നമുക്ക് ആവശ്യം എന്താണ്, കോട്ടാണ് ആവശ്യം. കോട്ട് വരണം. അപ്പൊ കോട്ട് ഇവിടെ ടാൻ എന്നാണ് കിടക്കുന്നത്. ഈ ടാൻ മാറ്റി നമ്മൾ എന്താക്കണം, കോട്ടിന്റെ റേഷ്യോയിലോട്ട് കൊണ്ടുവരണം. നമുക്കറിയാം ടാൻ എന്ന് പറയുന്നത് 1/cot ആണ്. അതെടുത്ത് ഇവിടെ അപ്ലൈ ചെയ്താൽ പോരെ. അപ്പൊ 1 + ടാനിന്റെ റേഷ്യോ എന്താണ്, 1/cot. 1/cot എ. പക്ഷെ ഇവിടെ എന്തുണ്ട്, സ്ക്വയർ ഉണ്ട് അല്ലെ. ടാൻ സ്ക്വയർ എ എന്നാണ്. അപ്പൊ ഇതിന് നമ്മൾ എന്തിട്ട് കൊടുക്കണം, സ്ക്വയർ ഇട്ട് കൊടുക്കണം. അപ്പൊ സീക്ക് സ്ക്വയർ എ ഇസിക്കൽ ടു 1 + 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്, ഡിവൈഡഡ് ബൈ കോട്ട് എയുടെ സ്ക്വയർ കോട്ട് സ്ക്വയർ എ എന്ന് കിട്ടും. ഇനി എന്താണ് നമുക്ക് ആവശ്യം, ഈ സ്ക്വയർ അപ്പുറത്ത് കൊണ്ടുവരണം. കാരണം നമുക്ക് ആവശ്യം സീക്ക് എ ആണ്. സീക്ക് എ മാത്രം കണ്ടുപിടിച്ചത്. അപ്പൊ ഈ സ്ക്വയറിന്റെ ആവശ്യമില്ല. ഈ സ്ക്വയർ ഈക്വൽറ്റിന്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, റൂട്ട് ആവും. അപ്പൊ സീക്ക് എ ഇസിക്കൽ ടു √1 + 1/cot സ്ക്വയർ എ എന്ന് കിട്ടും. അപ്പൊ സീക്കയുടെ കോട്ട് റേഷ്യോ വരുന്ന ഐഡന്റിറ്റി ഇതാണ്. മനസ്സിലായല്ലോ, റേഷ്യോ ഇതാണ്. അപ്പൊ നമ്മളോട് പറഞ്ഞ സൈനെ നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചു. ടാനിന്റെ കോട്ട് വരുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ 1/cot ആണ്. ഇനി സീക്കിന്റെ കോട്ട് വരുന്ന റേഷ്യോ എന്ന് പറയുന്നത് സീക്ക് ഇസിക്കൽ ടു √1 + 1/cot സ്ക്വയർ. അപ്പൊ ഈ മൂന്നിന്റെയും ചെയ്തു. ഇത് ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ 3 ഐഡന്റിറ്റീസും പഠിച്ചു വെച്ചാലേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എക്സസൈസ് 1 ചെയ്തു. ഇനി അടുത്ത് നമുക്ക് 2 ചെയ്യാം. ഇനി നമുക്ക് എക്സസൈസ് 8.3 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്, റൈറ്റ് ഓൾ ദ അതർ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് ആംഗിൾ എ ഇൻ ടേംസ് ഓഫ് സീക്ക്. അതായത് സീക്ക് പോയിട്ടുള്ള മറ്റുള്ള എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും എഴുതണം. എന്ത് ടേംസിൽ, സീക്കയുടെ ടേംസിലാണ് അത് എഴുതേണ്ടത്. ആൻഡ് റേഷ്യോ വരേണ്ടത് സീക്ക് റേഷ്യോ വരുന്ന രീതിയിൽ സൈൻ്റെ ട്രിഗ്നോമെട്രിക് റേഷ്യോ എഴുതണം. കോസ്, സൈൻ, കോസ്, ടാൻ. സീക്ക് വേണ്ട കൊസീക്ക്, കോട്ട്. ഇത് ഇത്ര എഴുതണം. സീക്കിന്റെ ടേംസിലാണ് നമ്മൾ ഈ ബാക്കിയുള്ള ട്രിഗ്നോമെട്രിക് റേഷ്യോസുകൾ എഴുതേണ്ടത്. ഇപ്പൊ നമുക്ക് ആദ്യം നമ്മൾ മുന്നേ പഠിച്ച കുറച്ച് ഐഡന്റിറ്റീസുകൾ നോക്കാം. ടാൻ എന്ന് പറയുന്നത് എന്താണ്, ടാൻ എന്ന് പറയുന്നത് എന്താണ്, സൈൻ എ ബൈ കോസ് എ ആണ് അല്ലെ. ഇനി കോസ് എ എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്താണ്, 1/sec എ ആണ്. സൈൻ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/cosec എ ആണ്.
ഓക്കെ, ഇത് ഇത്രയൊന്ന് ശ്രദ്ധിച്ചോണം. ടാൻ എന്ന് പറയുന്നത് എന്താണ്? സൈൻ എ ബൈ കോസ് എ ആണ് ടാൻ. 1/sec വാല്യൂ ആണ് കോസ് എ. 1/cosec ആണ് സൈൻ എ. ഇപ്പൊ നമുക്ക് ടാൻ വരുന്നത് എടുക്കാം. ടാൻ സ്ക്വയർ എ ഇസിക്കൽ ടു സീക് സ്ക്വയർ എ ഇസിക്കൽ ടു 1 + ടാൻ സ്ക്വയർ എ. ഇത് നമുക്ക് ടാൻ സ്ക്വയർ എ ആണ് ആവശ്യം. ടാൻ സ്ക്വയർ എ സീക്ക് വരുന്ന ഐഡന്റിറ്റി ഇതാണ്. അതിൽ നിന്ന് ടാൻ സ്ക്വയർ എ എടുത്തു കഴിഞ്ഞാൽ ഈ 1 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? മൈനസ് ആവും അല്ലെ. ടാൻ സ്ക്വയർ എ മാത്രം ഈക്വലിന്റെ ഇപ്പുറത്ത് വെച്ചിട്ട് ഈ 1നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ സീക് സ്ക്വയർ എ, ഈ സി സ്ക്വയർ എ ഈ 1 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? -1 ആയി മാറും. അപ്പൊ ടാൻ സ്ക്വയർ എ എന്ന് പറയുന്നത് എന്താണ്? സി സ്ക്വയർ എ -1. ഇനി നമുക്ക് അറിയേണ്ടത് ടാൻ ആണ് അറിയേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? ഈ സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോ റൂട്ട് ആവും. അപ്പൊ ടാൻ എ ഇസിക്കൽ ടു റൂട്ട് സീക് സ്ക്വയർ എ -1. ഇതാണ് ടാൻ എ വെച്ചിട്ടുള്ള സീക്കിന്റെ റേഷ്യോ. എന്താണ്? സീക്ക് വരുന്ന രീതിയിൽ മറ്റുള്ള ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ ടാനിന്റെ റേഷ്യോ എന്തായിട്ടാണ് സീക്ക് വെച്ചിട്ട് എഴുതേണ്ടത്? √(c²a-1). ഇനി നമുക്കറിയാം ടാനിന്റെ ഡെഫിനിഷൻ എന്താണ്? ടാൻ എന്ന് പറയുന്നത് സൈൻ എ ബൈ കോസ് എ ആണ്. അപ്പൊ ടാനിന് പകരം നമുക്ക് ഇനി അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? സൈൻ എ ബൈ കോസ് എഴുതാം. സൈൻ എ ബൈ കോസ് എ ഇസിക്കൽ ടു √(sec²a-1). നമുക്കറിയേണ്ടത് സൈൻ ആണ് അറിയേണ്ടത്. അപ്പൊ സൈൻ അറിയണമെങ്കിൽ കോസ് അപ്പുറത്ത് പോകണം അല്ലെ. കോസ് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. ബിക്കോസ് ഇവിടെ എന്ത് ഫോമിലാണ് ഇരിക്കുന്നത്? ഡിവൈഡഡ് ഫോമിലാണ് ഇരിക്കുന്നത്. സൈൻ എ ഡിവൈഡഡ് കോസ് എ ആണ്. ഇപ്പൊ ഡിവിഷൻ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇവിടെ ഇനി ആരേ ഉള്ളൂ? സൈൻ എ മാത്രമേ ഉള്ളൂ. ഈ കോസ് അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. കോസ് എ ഇൻറ്റു √(sec²a-1) എന്ന് കിട്ടും. ഈ കോസ് എ ഇപ്പുറത്ത് വരുമ്പോൾ ഇൻറ്റു ആവും അല്ലെ. √(c²a)യുടെ കൂടെ ഇൻറ്റു ആയി മാറും. നമ്മൾ പഠിച്ചു കോസ് എ എന്ന് വെച്ചാൽ എന്താണ്? 1/sec ആണ്. അപ്പൊ അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? എന്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് ഈ sec ടേംസിലാണ് കാണിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഓൾറെഡി സീക്ക് ഉണ്ട്. ഇതിനെ നമ്മൾ സീക്ക് ആക്കി മാറ്റണം. കാരണം ഇത് കോസ് ആണ് കിടക്കണം. കോസ് അല്ല വരേണ്ടത്. പകരം സീക്കിന്റെ ടേംസ് ആയിട്ടാണ് നമ്മൾ മാറ്റേണ്ടത്. അതുകൊണ്ടാണ് കോസിന്റെ അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? 1/sec സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. അപ്പൊ സൈൻ എ ഇസിക്കൽ ടു എന്താവും? 1/sec എ ഇൻറ്റു √(sec²a-1) എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് √(sec²a-1) ഡിവൈഡഡ് ബൈ sec a ഇങ്ങനെ എഴുതാം അല്ലെ. ഈ 1 ഇൻറ്റു ഇത് വന്നിട്ട് എന്താവും? 1 ഇൻറ്റു ദിസ് ഫംഗ്ഷൻ ഈസിക്കൽ ടു √(sec²a-1) ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ sec ഇങ്ങനെ എഴുതാം. അപ്പോൾ നമ്മൾ സൈനിന്റെ സീക്ക് റേഷ്യോസ് കണ്ടു, അതുപോലെ ടാനിന്റെ സീക്ക് റേഷ്യോസ് കണ്ടു. ഇനി നമ്മൾ ടാനിന്റെ ഒരു റേഷ്യോ ആണ് സൈൻ ബൈ കോസ്. അതുപോലെ ടാനിന്റെ വേറൊരു റേഷ്യോ ആണ് ടാൻ ഇസിക്കൽ ടു 1/cot എ എന്ന് എഴുതാം. ടാനിന്റെ മറ്റൊരു റേഷ്യോ ആണ് 1/cot എ. അതിൽ നിന്ന് നമുക്ക് cot എയുടെ റേഷ്യോ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ ടാൻ ഇസിക്കൽ ടു √(c²a-1) ഇത് ഞാൻ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ 1 ഈ ടാൻ എക്ക് എനിക്ക് എന്ത് കൊടുക്കാം? 1/cot എ എന്ന് കൊടുക്കാം. കാരണം എന്താണ്? ടാൻ എയുടെ മറ്റൊരു വാല്യൂ ആണ് 1/cot എ. അപ്പൊ ഞാൻ ഇവിടെ എന്ത് കൊടുക്കാൻ പോവാണ്? 1/cot എ എന്ന് കൊടുത്തു ഇസിക്കൽ ടു, അതായത് ഈ ടാൻ എക്ക് ഞാൻ 1/cot എ എന്ന് കൊടുത്തു. ഇനി അടുത്ത വാല്യൂ, അതിന്റെ വാല്യൂ എന്താണ്? √(sec²a-1). നമുക്കറിയാം, എനിക്കറിയേണ്ടത് 1/cot എ അല്ല, cot എ ആണ് അറിയേണ്ടത്. cot എയുടെ റേഷ്യോ ആണ് അറിയേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ ഇവിടെയും റെസിപ്രോക്കൽ എടുക്കേണ്ടി വരും. ഏതൊരു വാല്യൂവിന്റെ ഡിനോമിനേറ്റർ 1 ആണെന്ന് നമുക്കറിയാം. ഏതൊരു വാല്യൂവിന്റെ ഡിനോമിനേറ്റർ 1 ആണ്. അതുകൊണ്ട് ഞാൻ 1 ഇട്ട് കൊടുത്തു. ഞാൻ ഇനി ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇത് എന്തായി മാറും? ഈ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആയി മാറും. cot എ ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയി മാറും. അതുപോലെ ഇവിടെയും എന്താവും? ഈക്വലിന്റെ ഇപ്പുറത്ത് എന്താവും? ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആയി മാറും. അപ്പൊ 1 മോളിൽ പോവും, ഡിവൈഡഡ് ബൈ ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയി മാറും. √(c²a-1) എന്ന് കിട്ടും. ഓക്കെ, cot എ നമ്മൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത ഏതൊരു വാല്യൂവിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എന്താണ്? ആ വാല്യൂ തന്നെയാണ് ആൻസർ. വിച്ച് ഇംപ്ലൈസ് cot എ ഇസിക്കൽ ടു എന്താവും? 1/√(sec²a-1)
സീക്ക് സ്ക്വയർ എ മൈനസ് 1 എന്ന് കിട്ടും. അപ്പോൾ സൈനായി, കോട്ടായി, ടാനായി. ഇനി നമുക്ക് കൊസീക്കും കോസും ഉണ്ട്. അപ്പൊ കൊസീക്ക് എന്ന് പറയുന്നതിന് നമുക്ക് ഇത് എടുക്കാം. കാരണം സൈനിന്റെ റേഷ്യോ എന്ത് കിട്ടിക്കഴിഞ്ഞു? സീക്ക് വെച്ചിട്ടുള്ള റൂട്ട് ഓഫ് സി സ്ക്വയർ എ മൈനസ് 1 ബൈ സീക്ക് എ ആണ് സൈനിന്റെ റേഷ്യോ. ഞാൻ അതിന്റെ ബാലൻസ് ഇവിടെ എഴുതാൻ പോവുകയാണ്. ഈ സൈൻ എന്ന് പറയുന്നത് എന്താണ്? സൈൻ എന്ന് പറയുന്നത് 1 ബൈ കൊസീക്ക് എ ആണ്. അപ്പൊ സൈനിന്റെ അവിടെ എന്ത് ഇട്ട് കൊടുക്കാം? അപ്ലൈ ചെയ്യാം. 1 ബൈ കൊസീക്ക് എ എന്ന് കൊടുക്കാം. അപ്പൊ ഞാൻ ഈ സൈൻ എയുടെ അവിടെ 1 ബൈ കൊസീക്ക് എ എന്ന് കൊടുത്തു. ഇസിക്കൽ ടു ഈ സൈൻ എ 1 ബൈ കൊസീക്ക് എ കൊടുത്തു. അതിന്റെ വാല്യൂ എന്താണ്? റൂട്ട് സീക്ക് സ്ക്വയർ എ മൈനസ് 1 ഡിവൈഡഡ് ബൈ സീക്ക് എ. ഓക്കെ, സൈനയുടെ വാല്യൂ ആണ് ഇത്. ആ സൈനയുടെ വാല്യൂ ഞാൻ എഴുതി. സൈനയ്ക്ക് എന്തെന്ന് കൊടുത്തു? സൈനയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ബൈ കൊസീക്ക് എന്ന് കൊടുത്തു. നമുക്ക് ആവശ്യം കൊസീക്ക് എയുടെ റേഷ്യോ ആണ് അറിയേണ്ടത്. അപ്പൊ ഇത് എന്ത് ചെയ്യണം? ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. ഇവിടെ ഡിവൈഡഡ് ബൈ 1 ഇടേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഒരു ഫ്രാക്ഷൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ഇതിന്റെ റെസിപ്രോക്കൽ വരുമ്പോൾ ഈ ഡിനോമിനേറ്റർ കൊസീക്ക് എ മുകളിൽ ന്യൂമറേറ്റർ ആയി മാറും. ഡിവൈഡഡ് ബൈ ഈ ന്യൂമറേറ്റർ 1 ഡിനോമിനേറ്റർ ആയി മാറും. ഇസിക്കൽ ടു ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഡിനോമിനേറ്റർ സീക്ക് എ ന്യൂമറേറ്റർ ആയി മാറും. ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റർ വന്നിട്ട് ഡിനോമിനേറ്റർ ആയി മാറും. സീക്ക് സ്ക്വയർ എ മൈനസ് 1 എന്ന് കിട്ടും. ഇനി എന്താണ്? ഏതൊരു വാല്യൂവിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താണ് ആൻസർ? ആ വാല്യൂവിനാണ് ആൻസർ. അപ്പം കൊസീക്ക് എ, അതായത് കൊസീക്ക് എ ഡിവൈഡഡ് ബൈ 1 എന്ന് വെച്ചാൽ അതിന്റെ ആൻസർ എന്താണ്? കൊസീക്ക് എ എന്നാണ്. ഇസിക്കൽ ടു സീക്ക് എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സി സ്ക്വയർ എ മൈനസ് 1 എന്ന് കിട്ടും. കണ്ടുപിടിച്ചു. ഇപ്പൊ കൊസീക്കിന്റെയും കണ്ടുപിടിച്ചു. ഇനി കോസും കൂടെ ഉണ്ട് അല്ലെ. കോസിന്റെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം കോസ് എ എന്ന് പറയുന്നത് സീക്ക് ടൈംസിൽ എങ്ങനെ എഴുതും? 1 ബൈ സീക്ക് ആണ് കോസ് എന്നുള്ളത്. അപ്പൊ കോസിന്റെ റേഷ്യോ സീക്ക് വെച്ച് എങ്ങനെ എഴുതാം? 1 ബൈ സീക്ക് എന്ന് നമുക്ക് എഴുതാം. കാരണം 1 ബൈ സീക്ക് ആണ് കോസ് എ. അപ്പൊ എല്ലാം ആയിക്കഴിഞ്ഞു. സൈൻ കണ്ടുപിടിച്ചു, കോസ് ഇതാ കണ്ടുപിടിച്ചു, ടാൻ കണ്ടുപിടിച്ചു, കൊസീക്ക് കണ്ടുപിടിച്ചു, കോട്ട് കണ്ടുപിടിച്ചു. അപ്പൊ എല്ലാം സീക്ക് വരുന്ന രീതിയിൽ മറ്റുള്ള ട്രിഗ്നോമെട്രി റേഷ്യോസ് എങ്ങനെ എഴുതുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് 3-ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം.